ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റ്സ് ആണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് ബ്രെഡിനുള്ളിൽ നല്ല സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് വെളിയിൽ നിന്നും ക്രിസ്പും അകത്തിൽ നിന്നും നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്റ്റഫിംഗ് ഉള്ള ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എന്നാൽ പിന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ 3 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ മാഷർ ഉണ്ടെങ്കിൽ മാഷർ കൊണ്ടോ നന്നായിട്ട് ഇതിനെ നമ്മൾ ഉടച്ചെടുക്കണം. ഇതിലൊരുപാട് ഈർപ്പമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് നന്നായി അരിഞ്ഞ പച്ചമുളക് 1 ടീസ്പൂൺ, എന്നിട്ട് ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാള, 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പൊടിച്ച ഉണക്കമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ആംചൂർ പൊടി. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇത് ചേർക്കാം. ആംചൂർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത് ഉണങ്ങിയ മാങ്ങ പൊടിച്ചതാണ്. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും മസാലപ്പൊടികളും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് 3/4 കപ്പ് വേവിച്ച സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റഫിംഗ് റെഡിയായി. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇപ്പം നമുക്ക് തയ്യാറാക്കിയ മിക്സ് എടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്ന് നീളത്തിൽ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്ലറി റെഡിയാക്കാം. അതിനായി 1/2 കപ്പ് മൈദ, കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ഒരു സ്ലറി റെഡിയാക്കാം. ലംസ് ഒന്നുമില്ലാതെ സ്മൂത്ത് സ്ലറി റെഡിയാക്കാം. ഒരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇപ്പം നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ നമ്മൾ 4 സൈഡ്സും കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ആവശ്യത്തിനുള്ള ബ്രെഡ് നിങ്ങൾ എടുത്തിട്ട് എല്ലാ ബ്രെഡിൻ്റെയും സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത സൈഡ്സ് ഒന്നും കളയണ്ട. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെടുത്ത ബ്രെഡ് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. അതിനുശേഷം നമ്മൾ ഓരോ ബ്രെഡ് എടുത്ത് അത് ചപ്പാത്തി റോളർ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. ഇതുപോലെ നമ്മൾ എല്ലാ ബ്രെഡും ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ഓരോ റോള് ബ്രെഡിൻ്റെ ഒരറ്റത്ത് വെച്ചിട്ട് ബ്രെഡിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. മറ്റേ സൈഡിൽ നമുക്കൊന്ന് വെള്ളം കൊണ്ട് നനച്ച് കൊടുക്കാം. എന്നിട്ട് ബ്രെഡിനെ റോൾ ചെയ്ത് സീൽ ചെയ്യാം. ഇതുപോലെ എല്ലാ സൈഡ്സും നമ്മൾ ഒന്ന് വെള്ളം നനച്ച് കൊടുത്ത് ബ്രെഡിനെ നല്ലതുപോലെ സീൽ ചെയ്യണം. സോ ദാറ്റ് സ്റ്റഫിംഗ് ഒന്നും വെളി വരാതെ നമുക്ക് സീൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ബ്രെഡ് പോക്കറ്റ്സിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ലറിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുമ്പോൾ നല്ല മൊരിമൊരിയായിരിക്കും പുറത്തു നിന്നും. ഇതുപോലെ നല്ലതുപോലെ ഇതിനെ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. ഫ്ലെയിം മീഡിയം ആയിരിക്കണം. അതിനുശേഷം നമുക്ക് ഓരോ ബ്രെഡ് പോക്കറ്റ്സ് ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം.
നല്ലതുപോലെ സീൽ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റഫിംഗ് ഒന്നും വെളിയിലൊന്നും വരാതെ നല്ല രീതിയിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സൈഡ് ആയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. ഇതുപോലെ എല്ലാ സൈഡ്സും നല്ല ക്രിസ്പായിട്ടും നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, എത്ര സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രോക്കറ്റ്സ് റെഡിയായി. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം. മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്നെ എൻകറേജ് ചെയ്യണം. വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.